ഡോക്ടർ യൂഷ്വലി പറയും ഹെൽപ്പ് എടുക്കാൻ, അതായത് സൈക്കോളജിക്കൽ ഹെൽപ്പ് എടുക്കാൻ തന്നെ കൂടുതൽ വരുന്നത് സ്ത്രീകളാണ്. ഹെൽപ്പ് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ആണുങ്ങൾക്കുണ്ട്. അവരുടെ ഒരു ഈഗോ പലപ്പോഴും സമ്മതിക്കില്ല എന്നുള്ളൊരു തോട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് കൂടുതൽ ഇപ്പോൾ സെക്ഷൽ പ്രശ്നങ്ങളും കൂടിയാണല്ലോ, അപ്പോൾ കൂടുതൽ ഡോക്ടറെ അടുത്തേക്ക് വരുന്നത് മെയിൽ ആണോ അതോ ഫീമെയിൽ? ഓക്കെ. സോ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് കൂടുതലും വന്നിരുന്നത് ആണുങ്ങളാണ്. ഓക്കെ, സെക്ഷൽ പ്രോബ്ലംസ് ആയതുകൊണ്ട്. ഓക്കെ, സോ കാര്യം സെക്ഷൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഈ നമ്മളെ ഒരു സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് എന്താ പറയുക, ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഒരു പ്രിമച്യൂർ ഇജാക്കുലേഷൻ, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ആണുങ്ങൾ കൂടുതൽ ഒബ്വിയസ്ലി കാര്യം അവരുടെ ഭയങ്കര വിസിബിൾ ആണ്. അപ്പോൾ അത് കാരണം അത് വരും. അപ്പോൾ ആണുങ്ങൾ പൊതുവേ ഇത് വളരെ പേഴ്സണലായിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. അതായത് ഒരു സെക്ഷൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു പാനിക് ആവും. അപ്പോൾ ഇത് തീർന്നു ലൈഫ് എന്ന രീതിയിലാണ്. അപ്പോൾ ലൈക്ക് ഇറ്റ്സ് വെരി പേഴ്സണൽ ഫോർ ദം. അപ്പോൾ അത് കഴിഞ്ഞ് പാനിക്കായിട്ടൊക്കെ വരുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് ഡോക്ടർ ഞാൻ ചത്ത് കളയും, എനിക്ക് എന്തെങ്കിലും തന്ന് എന്നെ ശരിയാക്കിക്കോണം, ഇല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും. ഞാൻ പറഞ്ഞു എൻ്റെ പിന്നെ അങ്ങനെയൊന്നും പറയല്ലേ, സൂയിസൈഡ് വരുന്ന എത്താറായിട്ടില്ല, ഒരു 2 ആഴ്ച സമയം തരൂ എന്നൊക്കെ പറയും. അപ്പോൾ എന്നുവെച്ചാൽ അവർക്ക് അവരുടെ ഒരു ഒന്നാമത്തെ കാര്യം നമ്മൾ അങ്ങനെ സ്റ്റിഗ്മറ്റൈസ്ഡ് ആണല്ലോ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ, ആണത്തം. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ എനിക്ക് ഓൾ ഓവർ ഇന്ത്യ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ പഞ്ചാബിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ നമുക്ക് വീഡിയോ കോളൊക്കെ ആകുമ്പോൾ മീശയ്ക്ക് ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കും. കാര്യം അവർക്ക് ആ ഒരു ആണത്തം ഇത് ഇൻ്റർ റിലേറ്റഡ് ആണെന്നുള്ളൊരു തോന്നൽ കാരണം. കാര്യം എനിക്ക് ആണത്തം കുറവൊന്നുമില്ല കേട്ടോ, ഇത് എനിക്ക് ഒരു പ്രശ്നമൊക്കെ വന്നുള്ളൂ കേട്ടോ എന്ന്. അപ്പം ഞാൻ പറയും ഇതിങ്ങനെ അല്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് ആണുങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ അവർ പൊതുവേ ഇമോഷൻസ് ഇല്ല, ഭയങ്കര ഇതാണെന്നൊക്കെ പറയുമല്ലോ. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങളുടെ ഓർഗനാണ് ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ആൾക്കാർ ഇത്ര ഇമോഷൻസ് കാണിക്കാറില്ലെങ്കിലും ഓർഗൻ അങ്ങനെയൊന്നും ഇല്ല. ഹാപ്പി, എക്സൈറ്റഡ്, ഇറ്റ് ഷോസ് അപ്പ്. ആങ്ഷ്യസ് ആണ്, സാഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഗോസ് ഇൻസൈഡ്. ഇത്രയേ ഉള്ളൂ, അതിൻ്റെ ഒരു നേച്ചറാണ്. കാര്യം അത് വളരെ റോ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ സെക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇവർക്ക് ടെൻഷൻ വന്നാൽ പോയി, അല്ല വിഷമം വന്നിരിക്കുമ്പോൾ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ഇമോഷണൽ ആയിട്ട് എല്ലാം കാണിക്കുന്ന ഒരു ഓർഗനാണ് മെയിൽ ഓർഗൻ എന്ന് പറയുന്നത്, സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. സ്ത്രീകൾ ആ സമയത്തൊക്കെ എനിക്ക് വളരെ കുറവായിരുന്നു. വൺസ് ഇൻ എ വൈലൊക്കെ വരും. അപ്പോൾ വരുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹായ്, ഫീമെയിൽസ് വരുന്നുണ്ടല്ലോ സെക്ഷൽ പ്രോബ്ലംസിന്. ഞാൻ അവരോട് പറയും നിങ്ങളാണ് കേട്ടോ കുറേ നാൾ കൂടിയിട്ട് ഞാൻ കാണുന്നത് എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒത്തിരി സ്ത്രീകൾ വരാറുണ്ട്. ഇപ്പോൾ ഐ വുഡ് സേ ലൈക്ക് 50-50. ഓക്കെ, അത്രയ്ക്കധികം വരാറുണ്ട്. കാര്യം സ്ത്രീകളുടെ പ്രശ്നങ്ങളും കേൾക്കാൻ ആൾക്കാരുണ്ട്, അവർക്കും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത്. കാര്യം ഒന്നാമത്തെ കാര്യം ഈ സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആണുങ്ങളെയാണ് മനസ്സിൽ ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ സ്ത്രീകൾക്കും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്, അവർക്കും ആഗ്രഹങ്ങളുണ്ട്, അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് ഡിസയർ ഉണ്ട്. ഇപ്പോൾ ഡിസയറിൻ്റെ കാര്യം പറയുമ്പോഴേക്കും നമ്മളെല്ലാവരും വിചാരിക്കുക എന്താ, ഒരു കണ്ടീഷനിങ് ആണ്. ഡിസയർ കൂടുതലുള്ള ആണുങ്ങൾക്കാണ്. ആണുങ്ങൾക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. തിരിച്ചെത്രയോ കേസസ് ഉണ്ട്. ഓക്കെ, സ്ത്രീകൾക്ക് എല്ലാ ദിവസവും വേണം, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മിനിമം ഇല്ലാതെ എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന സ്ത്രീകളുടെ അടുത്ത് ഒരു 4 മാസം കൂടുമ്പോൾ മാത്രം റെഡിയാവുന്ന ഭർത്താക്കന്മാരുണ്ട്. ഈ പറഞ്ഞ പോലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഡിസയർ, ഹോർമോണൽ ചേഞ്ചസ് കാരണം വരുന്ന ആൾക്കാരുണ്ട്. അല്ല ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മരുന്നുകളൊക്കെ എടുത്തിട്ട് ഓക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ 2 ജെൻഡറിനും കേട്ടോ. ഈ എന്താ നമ്മുടെ തൈറോയിഡ്, ഡയബറ്റിസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസയറിന് പ്രോബ്ലംസ് വരാം, ഇറക്ഷൻ പ്രോബ്ലംസ് വരാം, സബ്സ്റ്റൻസ് അബ്യൂസിൽ വരാം. ഓക്കെ, പിന്നെ ഈ ആൻറ്റി ഡിപ്രസൻസ്, ആൻറ്റി സൈക്കോട്ടിക്, സൈക്കാട്രിക് മെഡിസിൻസ് എസ്പെഷ്യലി അതിൽ ഡിസയർ എഫക്റ്റഡ് ആകാം, സെക്ഷൽ ഡിസ്ഫങ്ഷൻ കുറച്ച് വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ അവെയർ ആകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളത് കൊടുക്കുമ്പോൾ അവരോട് പറയുക ഇങ്ങനെ ഉണ്ടാവാം, അതങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ മരുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ഹെൽപ്പിനുള്ള മരുന്ന് കൊടുക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ കമ്പൾസറി മാസ്റ്റർബേഷനായിട്ട് വരാറുണ്ട്. മാസ്റ്റർബേഷൻ നിർത്താൻ പറ്റാതെ കണ്ടിന്യൂസ് ആയിട്ട് വേണം എന്നുള്ള സ്ത്രീകളുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളെന്താ മാസ്റ്റർബേഷൻ ആണെങ്കിലും മാത്രമുള്ള എന്ന രീതിയിലൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ ഒരു സ്ത്രീക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ വേർ വുഡ് ഷീ ഗോ? ആരോട് പോയി പറയും? പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യുന്നത്? ഇതുകൊണ്ടാണ് ആൾക്കാർ കാണിക്കാൻ വരാത്തത്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ആൾക്കാർ പുറത്ത് പറയാത്തത്, അതുകൊണ്ടാണ് ആരും അറിയാത്തത്.
അല്ലാതെ ഇത് ആണുങ്ങൾക്ക് മാത്രമാണ് സെക്സ് വേണ്ടത്, അല്ലെങ്കിൽ ഇതെന്തോ മ്ലേച്ഛതരമാണ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല.